നമസ്കാരം. മീഡിയ പ്ലസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ്. 2022 എന്ന് പറയുന്ന വർഷം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ചിലർ പറയും അത് സന്തോഷത്തിൻ്റെ വർഷമാണെന്ന്, ചിലർ പറയും അത് സങ്കടത്തിൻ്റെ വർഷമാണെന്ന്, മറ്റ് ചിലർ പറയും കുഴപ്പമില്ലാതെ 2022 മുന്നോട്ട് പോയി എന്ന്. എന്നാൽ മീഡിയ പ്ലസിനെ സംബന്ധിച്ച്, മീഡിയ പ്ലസിൻ്റെ സ്വന്തം പ്രോഗ്രാമായ ടേക്ക് ഇറ്റ് ഈസിയെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിൻ്റെ വർഷമായിരുന്നു 2022. നിരവധി അനവധി സ്ഥലങ്ങളിലൂടെ, അനവധി വിദ്യാലയങ്ങളിലൂടെ, ഒത്തിരി മുഖങ്ങളിലൂടെ, ഒത്തിരി വിദ്യാർത്ഥികളിലൂടെ, നിരവധി ചോദ്യോത്തരങ്ങളിലൂടെ മീഡിയ പ്ലസിൻ്റെ സ്വന്തം പ്രോഗ്രാമായ ടേക്ക് ഇറ്റ് ഈസി ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്കറിയാം, ചില പ്രത്യേക സിറ്റുവേഷൻ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ടാകും. അങ്ങനെ ഞങ്ങൾക്കുമുണ്ട്, അതായത് ടേക്ക് ഇറ്റ് ഈസിക്കുമുണ്ട് ഒരുപാട് നല്ല സുന്ദരമായ മുഹൂർത്തങ്ങൾ, യാത്രകളും അനുഭവങ്ങളും എല്ലാം പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുവാൻ. 2022 ടേക്ക് ഇറ്റ് ഈസിയിലൂടെ കടന്നുപോയ വളരെ സുന്ദരമായ മനോഹരമായ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ മീഡിയ പ്ലസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കുകയാണ്. 2022 ടേക്ക് ഇറ്റ് ഈസി. രണ്ടായിരത്തി 2022 വളരെ മനോഹരമായ, നമുക്കെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം എപ്പിസോഡുകൾ ചേർത്തുകൊണ്ടാണ് ടേക്ക് ഇറ്റ് ഈസിയുടെ 2022 എന്ന് പറയുന്ന ഈ വർഷം വിട പറയുമ്പോൾ, നമുക്കറിയാം 2023 എന്ന വർഷത്തിലേക്ക് കടക്കുമ്പോൾ 2022 സുന്ദരമായിട്ടുള്ള എപ്പിസോഡുകൾ കോർത്തിണക്കിയിട്ട് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ടേക്ക് ഇറ്റ് ഈസി സ്പെഷ്യൽ പുതുവർഷ എപ്പിസോഡിലൂടെ. അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 10th ക്ലാസ്സിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണോ പ്രോഗ്രാം എന്താണെന്നോ ഒന്നും അറിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കും, ഇതെന്താ പരിപാടി, എന്താണ് ഇതെന്താ സംഭവം, ക്യുസാണെന്നറിയാം, പക്ഷേ ഇതിൽ കൂടുതൽ എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. ഇതിൽ 3 റൗണ്ട് മാത്രമേ ഉള്ളൂ. 3 റൗണ്ടിലും ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം പറയുന്നതനുസരിച്ച് സമ്മാനമുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നില കൂട്ടി A+, B+, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലാത്തൊരു പരിപാടിയാണ്. ചോദ്യം 3 റൗണ്ടാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ടാണ്, തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. പക്ഷേ എന്ത് മത്സരമാകുമ്പോൾ നമുക്ക് അതിലൊരു മത്സരാർത്ഥി വേണം, അല്ലേ? മത്സരാർത്ഥി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ഈ 5 പേരിൽ നിന്നും ഒരു മത്സരാർത്ഥി എനിക്ക് വേണം. മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അത് ഞാൻ പാസ് ചെയ്യും. പാസ് ചെയ്തിട്ട് പിന്നെ ആരും ഉത്തരം പറയുന്നു അവരെ തുടർന്ന് 2ാമത്തെയും 3ാമത്തെ റൗണ്ടിലേക്ക് പോകും. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വരും വഴിയെ ഞാൻ പറയാം. പക്ഷെ എനിക്കൊരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ആരാണ് നിൽക്കാൻ പോണത്? നിങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒന്നിനും നിർബന്ധം പിടിക്കത്തില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അതാണ് ഈ പരിപാടിയുടെ പ്രശ്നം. അബിനാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. അബിനോടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അറിയില്ലെങ്കിൽ ഞാൻ പാസ് ചെയ്യാം, തുടർന്ന് എന്നിട്ട് ഉത്തരം അറിയാമെങ്കിൽ പറയണം. മനസ്സിൽ വെക്കരുത്, എല്ലാം ഷെയർ ചെയ്യണം. ഓക്കെ ശരി. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിലെ അബിനോടുള്ള ഞങ്ങളൊരു ചെറിയൊരു ചോദ്യമാണ്. നോക്കാം, തുടങ്ങാം. ഓക്കെ, ഹാപ്പി ആണല്ലോ? ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. മേരിമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ടേക്ക് ഇറ്റ് ഈസിയുടെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്, ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. നമ്മളെല്ലാവരും ഭയങ്കരം തിരക്കുള്ളവരാണ്. നമുക്ക് പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്, അല്ലേ? നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരാണെന്നുള്ളത് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീടിൻ്റെ അടുത്ത് ആര് താമസിക്കുന്നു എന്നുള്ളത് പോലും നമുക്കിപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. കാരണം പരസ്പര സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, പക്ഷേ എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാലില്ല. ചോദ്യം സിമ്പിളാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. ഒരേ ഒരു ഉത്തരം മാത്രമേ പാടുള്ളൂ. COVID-19 കാരണമായ വൈറസിൻ്റെ പേരെന്താണ്? നമ്മൾ മറക്കരുത്, ആ സമയത്ത് കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമാണിത്. നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഒരു വൈറസ് ഉണ്ടല്ലോ, ഇല്ലേ? ഒരു വൈറസ് ഇല്ലേ? COVID-19 കാരണമായിട്ടൊരു വൈറസ് ഉണ്ട്. ആ വൈറസിൻ്റെ പേരെന്തെന്നുള്ളത് മാത്രം ഞാൻ വീണ്ടും നിങ്ങളെ ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. COVID-19 പിള്ളേർ ഗോൾ അടിച്ച് ഇടുന്ന ഉത്തരം പറയുന്നതിന് മുമ്പേ പിള്ളേർ ഗോൾ അടിച്ചിട്ട്. COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. ലാസ്റ്റ് 2 എന്നുള്ളതിലാണ് അവസാനിക്കുന്നത്. 2 നമ്മൾ ആൽഫബറ്റ് 2. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയൊരു പേരുണ്ട്. ആലോചിക്കുക, അറിയോ? COVID-19 കാരണമായ വൈറസിൻ്റെ പേരെന്താണ്? അടിതരിഞ്ഞാൻ. COVID-19 കാരണമായ വൈറസിൻ്റെ പേരെന്താണ്? കൊറോണ, കോവിഡ് എന്ന് പറയുന്നത് സെയിം, പേരിൽ ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. COVID-19 കാരണമായ വൈറസിൻ്റെ പേരെന്താണ്? കേട്ടിട്ടുണ്ട്. ഇനി എന്നോട് ക്ലൂ ചോദിക്കരുത്, ഞാൻ ഈ ആയുധം വെച്ച് കീഴടങ്ങും കേട്ടോ. പറ.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോവിഡ് 2 എന്നുള്ള രീതിയിലാണ് അവസാനിക്കുന്നത്. അതിന്റെ മുമ്പ് ചെറിയൊരു പേര് കൂടി ഉണ്ട്. COVID-19 കാരണമായ എസ് എന്ന ആൽഫബറ്റിൽ ആരംഭിക്കുന്ന, അല്ല തെറ്റ് പറയില്ല കേട്ടോ, മനുഷ്യർക്ക് ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീഴുന്ന സമയത്ത് ദൈവം തരുന്ന ഏറ്റവും വലിയൊരു വരദാനം എന്താണെന്നറിയോ? അത് മറവിയാണ്. മറവിയാണ് ഏറ്റവും വലിയ വരം. മറവി എന്ന് പറയുന്ന സാധനം മനുഷ്യർക്കില്ലെങ്കിൽ നമ്മളത് ആലോചിച്ചുകൊണ്ടേയിരിക്കും. കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ ആലോചിച്ചിരുന്നു. ഓരോ ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായിരുന്നു ഇത്. പക്ഷെ നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ആ സംഭവമേ നമ്മൾ മറന്നുപോയി. ഇല്ലേ? മറന്നുപോയില്ല. ആ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ മറന്നുപോയില്ലേ? ഇതിൻ്റെ ഉത്തരം പറ. COVID-19 കാരണമായ വൈറസിൻ്റെ പേരെന്താണ്? കോവിഡ് 2 എന്നുള്ള രീതിയിലാണ് അവസാനിക്കുന്നത്. അതിന് ചെറിയൊരു പേര് കൂടിയുണ്ട്. എസ് എന്ന ആൽഫബറ്റിൽ ആരംഭിക്കുന്നു. കാരണം നിങ്ങളിതിപ്പം ഉപയോഗിക്കുന്നില്ല, അതൊന്നും അല്ലല്ലോ. ഇപ്പോൾ പഠിത്തം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അല്ലല്ലോ. പക്ഷെ ഇതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ടഫായി പോയ ചോദ്യം. ചോദ്യം ടഫല്ലല്ലോ. അല്ല, അത് മതി, എനിക്കത് മതി. ഇല്ല, അറിയത്തില്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? 3 റൗണ്ടിലെ സമ്മാനമൊക്കെ തരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നായിരുന്നു. അല്ല, ഇവർ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല, അറിയില്ല. ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണെങ്കിൽ പെട്ടെന്ന് അത് ഉത്തരം പറഞ്ഞേനെ. COVID-19 കാരണമായ ഒരു വൈറസ് എന്ന് പറയുന്നത് കോവിഡ് 2 എന്ന് പറയുന്ന ഇതിലാണ് അവസാനിക്കുന്നത് പറഞ്ഞു. ഫസ്റ്റ് ഒരു ചെറിയൊരു പേരുണ്ട്, SARS-CoV-2 എന്ന് പറയുന്നു. ഓക്കെ ആണോ? അതിപ്പോൾ എൻ്റെ തെറ്റാണോ? അല്ലല്ലോ, അല്ലല്ലോ, ഉറപ്പാണല്ലോ. ഇനി മറക്കോടാ നീ. അതായത് അധിക സമയം നമുക്ക് ചില ചോദ്യങ്ങൾക്ക് അധിക സമയം തരാൻ പറ്റത്തില്ല. SARS-CoV-2 എന്ന് പറയുന്ന ആ ഒരു വൈറസാണ് COVID-19. നിങ്ങൾക്ക് അറിയായിരിക്കാം, അത് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ കാണാം. പരിചയപ്പെട്ടതിൽ സന്തോഷം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ടേക്ക് ഇറ്റ് ഈസി ആവട്ടെ, ലൈഫ് അല്ലേ, ഫുൾ ഈസി ആവട്ടെ. എല്ലാവരും ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. ആരോട് വേണമെങ്കിലും ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരാളങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ലേട്ടൻ അറിയില്ലെങ്കിൽ നമുക്കത് പാസ് ചെയ്യാം. ആര് ഉത്തരം പറയുന്നു അവർ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിൽ അല്ലേട്ടനോടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, റെഡി? അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലൊരു നഗരം ഏതാണെന്ന് അറിയാമോ? കേരളത്തിലുള്ളൊരു സ്ഥലമാണിത്, ഒരു ജില്ല. ഈ ഒരു കൊല്ലം ജില്ലയാണ്. എന്തൊരു സംശയമുള്ള പോലെ. കൊല്ലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി എന്താ പറയുക എക്സ്പോർട്ടിംഗ് കയറ്റി ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയാണ്. കൊല്ലം ആള് പറഞ്ഞിരിക്കുന്നത് കൊല്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കയറ്റുമതി ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല ഇന്ത്യയിൽ, കേരളത്തിൽ ഉള്ള ജില്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ അനിയേട്ടൻ പറഞ്ഞിരിക്കുന്നത് കൊല്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലം എന്നുള്ളത് റൈറ്റ് ആൻസർ. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ അടുത്ത ജില്ലയാണ്, കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി കയറ്റുമതി ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കൊല്ലമാണ്. ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലി ഉണ്ടല്ലോ, എന്തായിരുന്നു? കൊല്ലം കടലില്ല വേണ്ട. എനിക്ക് ശരി. അപ്പൊ നാളെ എക്സാം പോലും, അതായത് PSC പോലുള്ള വലിയ എക്സാമിനൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. PSCയിലെ GK ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയുണ്ടോ എന്നൊരു സംശയമുണ്ട് അവർക്ക്. ആളൊരു നല്ലൊരു കലാകാരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പാട്ടൊക്കെ പാടുന്നൊക്കെയാണ് പറയുന്നത്. ആണോ? ഞാൻ പാടാറില്ല. ഞാൻ പാടാറില്ല. പേരെന്താണ്? ആതിര. വീട്ടിലാരൊക്കെ ഉണ്ട് ആതിരയുടെ? അമ്മയും അച്ഛനും ചേച്ചി. ചേച്ചിയായിട്ട് എപ്പോഴും വഴക്കൂടുന്ന ആളാണോ? ആതിര എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആളുടെ ഫേസ് കണ്ടിട്ട് പെട്ടെന്ന് ഭയങ്കര വിഷമം വരുന്ന ആളാണോ? വയലന്റ് ആണ്. ഇച്ചിരി മാറിയിക്കട്ടോ, ഈ ഒരു കൈയലകത്ത് മാറിയിക്കാം. സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനാ, കനവിൽ പാത്തു വെച്ചതല്ല നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാ, ഞാനും ആ കണ്ണീരിൻ കടവത്തു കാത്തു, പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുൾ കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ,
പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയും കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ. നിന്നെ കാണും നേരം തൊട്ടൻ നെഞ്ചും തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൽ കോണിൽ. നിന്നെ കാണും നേരം തൊട്ടൻ നെഞ്ചം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ. തേനായി സ്നേഹം തേൻ വരിക്കയായി പൂവായി സ്നേഹം പൂമ്പാറ്റയായി നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ. സൂപ്പർ, അടിപൊളി അടിപൊളി കേട്ടോ. ട്രെൻഡിങ് സോണാണ് കേട്ടോ. ഞാൻ അതേ പറഞ്ഞില്ല, ഒരു പ്രണയഗാനായിരിക്കും പാടുന്നത്. പ്രണയമാണ്, ഒരു വിരഹമൊക്കെ ഉണ്ട് ആൾക്ക്. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്താനായി ഒരു പീരീഡ് വായനയ്ക്ക് വേണ്ടി മാത്രം നീക്കിവെച്ച ഒരു സംസ്ഥാനമുണ്ട്. അതായത് വിദ്യാർത്ഥികൾ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട്, സ്കൂളുകളിലാണേ, വായനാശീലം വളർത്തുന്നതിന് വേണ്ടി ഒരു പീരീഡ് വായനയ്ക്ക് മാത്രം, വെറും വായിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ച ഒരു സംസ്ഥാനം. ഏത് സംസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നിലവിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ആലോചിച്ച് പറയണം. എന്തായാലും കേരള സംസ്ഥാനം എല്ലാം അറിയാം. ഞാൻ ഒരു ക്ലൂ തന്ന കേട്ടോ, കേരളമല്ല. അയൽ സംസ്ഥാനം. അടുത്താണ് നമുക്ക്, അടുത്താണ്. വേറെ എന്തെങ്കിലും ക്ലൂ കിട്ടോ? അല്ല, അവിടെ ഒരുപാട് എന്താ പറയാ, അവിടെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട് ഇവിടെ. തിരുവനന്തപുരത്ത് കൂടുതലും അങ്ങനെയുള്ള ആൾക്കാർ, അവിടെയുള്ള ആ സംസ്ഥാനത്തുള്ള ആൾക്കാരുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കട്ടെ. വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പീരീഡ് ഫുള്ളായിട്ട് വായനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു സംസ്ഥാനം ഏതാണ്? ഒരു പ്രഷർ മനസ്സിലായിട്ടുണ്ടാവും. അവിടെയുള്ള ഒരുപാട് പേര് അല്ലെ, നമ്മുടെ ഈ സംസ്ഥാനം അങ്ങോട്ട് പോവാറുണ്ടോ? മലയാളികൾ അങ്ങോട്ട് പോവാറുണ്ട്. അടുത്തുള്ളൊരു സംസ്ഥാനമാണ്. അടുത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണോ? ആള് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വായനാശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീരീഡ് ഫുള്ളായിട്ട് വായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സംസ്ഥാനം ഏതെന്നുള്ളതാണ് ചോദ്യം. ആൾ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് എന്ന് പറയുന്നു. ഒരു ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു പീരീഡ് ഫുള്ളായിട്ട് വായനാശീലം വളർത്തുന്നതിന് വേണ്ടി വായനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ആൾ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് എന്നുള്ളത്. ഇതൊരു പുതിയ അറിവാവട്ടെ. നാളെ എന്തെങ്കിലും ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. അതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് തമിഴ്നാട് എന്നുള്ളത് റൈറ്റ് ആൻസർ. തമിഴ്നാട്ടിലാണ് ഈ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ എന്താ പറയുക, ഒരു പീരീഡിൽ ഫുള്ളായിട്ട് വായനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇത് അനുകരിക്കേണ്ട ഒരു മാതൃക കൂടിയാണ്. എന്നും ഓർത്തെടുക്കുന്ന സുന്ദരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ടേക്ക് ഇറ്റ് ഈസി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ഉത്തരം പറയണം. അതിനൊരു ഡിസ്കഷൻ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. മലയാള ഭാഷയുടെ പിതാവാരാണ്? എഴുത്തച്ഛൻ, തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഉറപ്പ്, അതെ, തീർച്ചയായും. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിട്ട് നമുക്ക് മലയാളത്തിൽ നിന്ന് തുടങ്ങാം എന്നുള്ളത് കൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ എന്നുള്ളത് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്. ഈസി റൗണ്ടിലെ നവനീതിനോടുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടിലെ ചോദ്യം. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ? കൂടൽമാണിക്യ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? കൂടൽമാണിക്യം ഇതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? കൂടൽമാണിക്യ ക്ഷേത്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കേട്ടിട്ടുണ്ടോ കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്? കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ കൂടൽമാണിക്യ ക്ഷേത്രം? എനിക്ക് ജില്ല കറക്റ്റായിട്ട് പിടിട്ടില്ലെങ്കിലും കൊല്ലം, കണ്ണൂർ. കണ്ണൂരല്ല, ഞാൻ കണ്ണൂരുകാരനാ. അല്ല, തൃശ്ശൂർ. കൊല്ലം. കൊല്ലം. കൊല്ലം, തൃശ്ശൂര്, കണ്ണൂരല്ല, അങ്ങനെയൊക്കെ പറയുന്നത്. താങ്കൾ പറയുന്നത് കൊല്ലം. ഏതിൽ ഉറച്ചു നിൽക്കുന്നു? കൊല്ലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റി പിടിക്കുന്നുണ്ടോ? കൊല്ലം ജില്ലയിലാണ് ഉറച്ചു നിൽക്കുന്നു. അതെ അതെ, ഒരു ഗസ് ആണെങ്കിലും താങ്കൾ തന്നെ മത്സരിക്കണം. അതുകൊണ്ടാണ്. ഇനിയിപ്പോ ഇവർക്ക് അവസരമില്ല. കൊല്ലം 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 കൊല്ലം.
കൂടൽമാണിക്യ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. മത്സരാർത്ഥി പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കൂടൽമാണിക്യ ക്ഷേത്രം എന്നാണ് പറയുന്നത്. കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലല്ല, അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. നല്ല ഒരു മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നന്നായിട്ട് എക്സ്പീരിയൻസ് ആവാൻ, അതുപോലെ തന്നെ നമുക്ക് പേര് നേടാനുള്ള ഒരു മേഖലയാണ്, നല്ല പേര് നേടാനുള്ള ഒരു മേഖല. അപ്പോൾ ടിബറ്റൻ ബുദ്ധിസ വിശ്വാസപ്രകാരം ഊർജത്തിന്റെയും ശക്തിയുടെയും ഒക്കെ പ്രതിരൂപമായി കണക്കാക്കുന്ന ഇവരുടെ പേരിന്റെ അർത്ഥം ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നവർ എന്നാണ്. ഇവർ കൂടുതലും ഈ കഥയിലും കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ആകാശത്തിലൂടെ മാത്രമാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അതാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. 1984 മുംബൈ സ്വദേശികളായ പ്രദീപ് സേത്, എൻ.എം. മോഹൻ എന്നിവരാണ് ഈ പേര് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. ഏതാണ് ഈ കഥാപാത്രം, ഏതാണ് ഈ പേര് എന്നുള്ളതാണ് ചോദ്യം. വിനോദ്, നല്ല ചോദ്യം. കരമനയിൽ നിന്നും വിനോദാണ് ഈ ചോദ്യം അയച്ചിരിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലം തൊട്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ ഒരു കഥാപാത്രമാണ് ഇത്. ആലോചിച്ച് പറയണം. ഒരു രസമുള്ള കഥാപാത്രം. എപ്പോഴും ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കും, പക്ഷേ ആ കൊടുക്കുന്നതിലേക്ക് ഇവരാണ് ചെന്ന് വീഴുക. ആ രണ്ട്, ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ ക്ലൂ ഞാൻ പറയത്തില്ല. ഇനിയും ക്ലൂ വേണം. അതായത് ഒരാളെ എപ്പോഴും കൊടുക്കാൻ നോക്കും, ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും എപ്പോഴും ഇവർ കൊടുക്കാൻ നോക്കുമെങ്കിലും പക്ഷേ അതിലൊക്കെ എപ്പോഴും കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവരാണ്. ആ 3 കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആകാശത്തിലൂടെ പറക്കുന്നവർ. അതിലെ ഒരു കഥാപാത്രത്തെയാണ് ഈ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. തിബറ്റൻ ബുദ്ധിസ വിശ്വാസത്തിന്റെ പ്രകാരം ഊർജ്ജത്തിന്റെയും ശക്തിയുടെയും ഒക്കെ പ്രതിരൂപമായി കണക്കാക്കുന്ന ഇവരുടെ പേരിന്റെ അർത്ഥം ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നവരെന്നാണ്. 1984 മുംബൈ സ്വദേശികളായ പ്രദീപ് സേത്, എൻ.എം. മോഹൻ എന്നിവരാണ് ഈ പേര് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. ഏതാണ് ഈ പേര് എന്നുള്ളതാണ് ചോദ്യം. വളരെ രസമുള്ള ചോദ്യമാണ്, നല്ല രസമുള്ള ചോദ്യമാണ്. പിറകിലുള്ളവർക്ക് ഏതാണ്ടൊക്കെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കരുത്. ആ പുസ്തകവും താങ്കളുടെ മനസ്സിലേക്ക് കടന്നു വന്നു, ആ 3 കഥാപാത്രങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷേ അതിൽ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ഈ ഒരു പേര്. ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് പറയണം. ഒറ്റ ഉത്തരേ പറയാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ചോദിക്കാം. ആലോചിക്കണം. അതിൽ 3 കഥാപാത്രങ്ങളുണ്ട്. ഏതാണ്ട് മനസ്സിലായല്ലോ? മനസ്സിലായി. ഒരു പ്രായമുള്ള ഒരാള് അല്ലെ, ഒരു പ്രായമുള്ള സ്ത്രീ, പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അല്ലെ, കുട്ടൂസൻ എന്ന് പറയുന്ന ഒരാൾ. ശരി, ഏതാണ്ട് അടുത്തെത്തി. ഇനി എനിക്ക് വേണ്ടത് ഈ 3 പേരിൽ ആരാണ് ഈ തിബറ്റൻ വിശ്വാസപ്രകാരം ഇങ്ങനെ ഒരു കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്? ആലോചിച്ച് പറയണം. ലുട്ടാപ്പി. ലുട്ടാപ്പി എന്ന് താങ്കൾ എന്ത് പറയുന്നു? ലുട്ടാപ്പി. ലുട്ടാപ്പി മാത്രമാണോ കഥാപാത്രത്തിലുള്ളത്? മായാവി. മായാവി. ഓക്കേ. ലുട്ടാപ്പിന്റെ കൂട്ടത്തിലുള്ളത് ലുട്ടാപ്പി മാത്രമേ ഉള്ളൂ. വേറെ ആരൊക്കെയുണ്ട്? കുട്ടൂസനും പിന്നെ ഡാഗിനി. ഡാഗിനി. താങ്കൾ എന്ത് പറയുന്നു? ലുട്ടാപ്പി. കുട്ടാപ്പി അല്ല, ലുട്ടാപ്പി. എനിക്ക് താങ്കളുടെ ഒരു ഉത്തരമാണ് വേണ്ടത്. അതിൽ 3 കഥാപാത്രങ്ങളുണ്ട്. ലുട്ടാപ്പി ഉണ്ട്, ഡാങ്കിനി അമ്മൂമ്മ ഉണ്ട്, പിന്നെ കുട്ടൂസനുണ്ട്. ലുട്ടാപ്പി തന്നെ. മാറ്റില്ല. ആള് പറയുന്നത് ലുട്ടാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നല്ല ചോദ്യമാണ്. വിനോദാണ്, കരമന എന്ന് പറയുന്ന സ്ഥലത്താണ് വിനോദ് ചോദ്യം അയച്ചെന്നിരിക്കുന്നത്. ബുദ്ധിസ വിശ്വാസ പ്രകാരമുള്ള ഊർജത്തിന്റെയും ശക്തിയുടെയൊക്കെ പ്രതിരൂപമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു കഥാപാത്രം 2 പ്രശസ്തരായ വ്യക്തികളാണ് മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ ബുക്കിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞ 2 കൊച്ചുകുട്ടികളെ എപ്പോഴും എന്താ പറയാ, ഒരു വലയിലാക്കാൻ നോക്കുമെങ്കിലും ഇവരെപ്പോഴും വലയിലായിക്കൊണ്ടിരിക്കുന്നു. 3 കഥാപാത്രങ്ങളുണ്ട്: ലുട്ടാപ്പി, കുട്ടൂസൻ, ഡാങ്കിനി. പക്ഷെ എനിക്ക് അതിന്റെ ശരിയായ ഉത്തരമാണ് വേണ്ടത്. അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ലുട്ടാപ്പി എന്നുള്ളത് തെറ്റായ ഉത്തരമാണ്, ഡാങ്കിനിയാണ്. പക്ഷെ എന്താ, നന്നായിട്ട് മത്സരിച്ചു കേട്ടോ, സൂപ്പറായിട്ട് ചെയ്തു. ഡാങ്കിനി അതൊരു പുതിയ അറിവല്ലേ? അപ്പൊ നാളെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് ചിലപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഉത്തരം എഴുതിക്കോളൂ. ഡാങ്കിനി അമ്മൂമ്മയാണ് ഊർജത്തിന്റെയും ശക്തിയുടെയൊക്കെ പ്രതിരൂപങ്ങളായിട്ട് അവർ നമ്മളെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, മറ്റുള്ളവർ സഹായികളാണ്. ഓക്കെ, ഡാങ്കിനി അല്ലേ, ഒരു ഭയങ്കര സംഭവമാണ്. അപ്പൊ അത് കുഴപ്പമില്ല. നമുക്ക് 2ാമത്തെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കാണ് സുഹൃത്തുക്കളെ, തിരിച്ചു വാങ്ങിക്കാണ്. അതിങ്ങെടുത്തോളൂ. അല്ല, ഇത് ഗ്രൂപ്പ് നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ഒരു സ്റ്റൈലാണ്, അതുകൊണ്ടാണ്. അത് വേണ്ട, അത് സ്വന്തം, അത് അവിടെ വെച്ചോളൂ. ഒന്നുമില്ല, ഒരു അറിവ് പകർന്നല്ല. ഞാൻ കുറച്ചും കൂടി അവസരം തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ താങ്കൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗെയിം അവിടെ നിന്ന് കിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ എയർവിങ്ങിന്റെ ആ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കാണ്. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. സനോഫർ സനു.
അപ്പോൾ സനുവാണ് മത്സരിക്കുന്നത്. സനുവിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിലെ സനുവിനോടുള്ള ചെറിയൊരു ചോദ്യം അറിയില്ലെങ്കിൽ നമുക്കത് പാസ് ചെയ്യാം. നമ്മൾ ഈ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊതുവെ കാണിക്കുന്ന സമയത്ത് പറയും ഒരു ടീസ്പൂൺ മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്നൊക്കെ പൊതുവെ പറയുന്നതാണ്. ചോദ്യമാണ്, ഇത് തമാശയല്ല, ഇത് ജി കെക്ക് വന്ന ചോദ്യമാണ്. എത്ര ടീസ്പൂൺ കൂടുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ? അത് രസമുള്ള ചോദ്യം കേട്ടോ. ഒരു ടീസ്പൂൺ മരുന്ന് കുടിക്കുക, അല്ലെങ്കിൽ ഇത്ര ടീസ്പൂൺ മരുന്ന് കുടിക്കുക, ഒരു ടേബിൾ സ്പൂൺ മരുന്ന് കുടിക്കുക എന്നൊക്കെ പൊതുവെ ഡോക്ടർമാർ പറയും. ഓടല്ലേ? അല്ല, സിമ്പിളായിട്ട്, ഇത് വളരെ സിമ്പിളാണ്. ചെറിയ ചോദ്യമാണ്, നമ്മളിത് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. എത്ര ടീസ്പൂൺ കൂടുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ? അതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. എത്ര ടീസ്പൂൺ കൂടിയതാണ് ഒരു ടേബിൾ സ്പൂൺ? കുറയൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ. എത്ര ടീസ്പൂൺ ടേബിൾ സ്പൂൺ? അത് കേട്ടിട്ടുണ്ടല്ലോ. എത്ര ടീസ്പൂൺ കൂടുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ? പറഞ്ഞു പറയാൻ ശ്യാമ ലീഡറാന്ന് പറഞ്ഞ മുമ്പിൽ നിർത്തുകയും ചെയ്തു. അല്ല, സിമ്പിൾ ചോദ്യം. ഒന്ന് കറക്കി അടിക്കും. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ. എത്ര ടീസ്പൂൺ ചേരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ? 3 ആണോ? 3. 2 ഞാൻ 2 3 4. മത്സരാർത്ഥിയുടെ ശരിയായ ഉത്തരമാണ് വേണ്ടത്. എത്ര ടീസ്പൂൺ ചേരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്, മത്സരാർത്ഥി പറഞ്ഞത് 3 ടീസ്പൂൺ ചേരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ. 3 ടീസ്പൂൺ ചേരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ എന്നൊക്കെ. എത്ര ടീസ്പൂൺ ചേരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ? 3 ടീസ്പൂൺ ചേരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ. ഇതാ ഫസ്റ്റ് റൗണ്ടിലെ ഞങ്ങളുടെ മീഡിയ പ്ലസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. അല്ല, കുഴപ്പമില്ല, അതിലൊക്കെ എഴുതിയിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ ആര് എന്നുള്ളതാണ് ചോദ്യം. മലയാളത്തിലെ നടൻ, ഏറ്റവും ആക്ടർ അഭിനയിച്ച നടൻ ആരാണ്? ഏറ്റവും കൂടുതൽ ആലോചിക്കണം. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടൻ ആരാണ്? ജഗതി. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടൻ എന്ന് പറയുന്നത് ജഗതി ശ്രീകുമാർ. നസീറാണ്. ആക്ടറായിട്ടാണെങ്കിൽ നസീറാണ്. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത് ജഗതിയാണെന്ന്. ജഗതി. ആക്ടറായിട്ടല്ല, ഏറ്റവും കൂടുതൽ സിനിമകൾ, ഏറ്റവും കൂടുതൽ ജഗതിയാണ്. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ചിലപ്പോൾ പ്രേം നസീർ ആയിരിക്കാം. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത് ജഗതി ശ്രീകുമാർ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഇനി ഒറ്റൊരു ചോദ്യമേ ഉള്ളൂ, ഒറ്റൊന്ന്. അതൊക്കെ ഉണ്ട്. ഓ, അഹങ്കാരം. ആദ്യം വന്നപ്പോ എന്തൊക്കെയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ സമ്മാനം ഉണ്ടോ തരാൻ? അങ്ങനെയല്ലേ. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞങ്ങൾ വാട്സപ്പിലേക്ക് ചോദ്യങ്ങൾ അയച്ചു തരും, അവരുടെ കയ്യിലുള്ള ചോദ്യം. അതുപോലൊരു ചോദ്യം ഏതോ ഒരാൾ അയച്ചെന്നൊരു ചോദ്യമാണ് ഞാൻ കൂട്ടുകാരനോട് ചോദിക്കുന്നത്. ഉത്തരം പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സമ്മാനം, മീഡിയ പ്ലസ് ചാനൽ നൽകുന്ന വേറൊരു സമ്മാനം, വലിയ സമ്മാനം. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ മാത്രം. എനക്ക് വേണ്ട, അത് പറയട്ടെ. ഇപ്പൊ കിറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഒഴിവാക്കുകയാണെങ്കിൽ ഈ 2 സമ്മാനം കൊണ്ട് കിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പറ്റത്തില്ല. മൂന്നാമത്തെ റൗണ്ടിലെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്ന തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം തിരിച്ചു വാങ്ങും. ഉത്തരം പറയുകയാണെങ്കിൽ വലിയൊരു സമ്മാനമുണ്ട്. ഇപ്പൊ കിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 സമ്മാനം കൊണ്ട് കിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറയത്തില്ല. വേണമെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പകുതിയിൽ നിർത്തി പോകുന്നത് നിങ്ങൾ ചോദിക്കും. എന്തായാലും ഞാൻ സമ്മാനം തരൂല, ഞാൻ കൊണ്ട് ഓടും. അങ്ങനെ 2022 എന്ന് പറയുന്ന വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ വരുന്ന വർഷം 2023 എന്ന സുന്ദരമായിട്ടുള്ള പുലരി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമായി മാറട്ടെ മീഡിയ പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എല്ലാ പ്രോഗ്രാമിൻ്റെയും വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ സപ്പോർട്ടാണ്, സ്നേഹമാണ്, പ്രോത്സാഹനമാണ്. മീഡിയ പ്ലസ് ടേക്ക് ഇറ്റ് ഈസിക്കും നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ലഭിക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങളുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടു കൂടി ഇനി പുതിയ മുഖങ്ങളിലൂടെ പോകാനുണ്ട്. ഒരുപാട് നല്ല ചോദ്യോത്തരങ്ങൾ കേൾക്കുവാനുണ്ട്. ഒരുപാട് നല്ല സ്ഥലങ്ങളെ പരിചയപ്പെടാനുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള വിദ്യാലയങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. തീർച്ചയായിട്ടും ഇനി നമുക്ക് 2023 കാണാം. എല്ലാവർക്കും മീഡിയ പ്ലസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടേക്ക് ഇറ്റ് ഈസി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ.